ഞങ്ങളുടെ ഏറ്റവും വലിയ ഇപ്പം സ്പീക്കർ പറഞ്ഞ പോലെ ഇദ്ദേഹത്തെ വളരെ അടുത്ത ആൾക്കാർ അണ്ണൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ നിയോജക മണ്ഡലത്തിലെ നിയമസഭാ സാമാജികനും മന്ത്രിയുമായ ശിവൻകുട്ടി സാറ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ തുടക്കത്തിനോ സമാപനത്തിനോ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരും. കാര്യം ഇത് പല പ്രാവശ്യം ഇതിനു മുമ്പൊക്കെ ക്ഷണിച്ച സമയത്തൊന്നും എനിക്ക് വരാൻ സാധിച്ചില്ല, പല തിരക്കുകൾ കാരണം. എന്തായാലും ഇന്ന് ഇത്രയും വലിയ ഒരു ചടങ്ങിൽ വന്നില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോയേനെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും എന്ത് അസൗകര്യം ഉണ്ടായാലും ഇന്ന് വരണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. എല്ലാവിധ ഭാഗ്യങ്ങളും ഒത്തു വന്നതുകൊണ്ട് എനിക്കിതിൽ പങ്കെടുക്കാനായി. അതിലെനിക്ക് നിങ്ങളെക്കാളൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം യുവ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണല്ലോ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം. കലാകാരൻ എന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ വേദിയോട് അത്രമേൽ ആദരവാണ് ഉള്ളത്. മുമ്പ് യുവജനോത്സവത്തിനും കലോത്സവത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കലാതിലകങ്ങൾക്കും കലാപ്രതിഭകൾക്കും അന്നൊക്കെ സിനിമാ താരങ്ങളുടെ അത്ര താരപ്രഭയും ഉണ്ടായിരുന്നു. ടിവിയിലെ നൃത്ത സംഗീത മത്സരങ്ങളും ഇൻ്റർനെറ്റും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് സ്കൂൾ തലത്തിൽ തുടങ്ങി സബ് ജില്ലാ പിന്നെ സംസ്ഥാന തലങ്ങളിൽ നടക്കുന്ന യുവജനോത്സവങ്ങളിലും സർവകലാശാല യുവജനോത്സവങ്ങളിലൊക്കെ മാത്രമായിരുന്നു ബാലകൗമാരിങ്ങൾക്ക് തങ്ങളുടെ കലാശേഷി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ അക്കാലത്ത് പഠിച്ചിരുന്ന തിരുവനന്തപുരത്തെ കേരള ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളും അവിടെയാണ് ഞാനും പഠിച്ചിരുന്നത്. ഏറ്റവും അധികം പെൺകുട്ടികളുണ്ടായിരുന്ന തിരുവനന്തപുരത്തുകാർ പരുത്തിക്കുന്ന എന്ന് വിളിക്കുന്ന ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, കോട്ടൺ ഹിൽ. അവരൊക്കെ ആയിരുന്നു പ്രതിഭകളെ പങ്കെടുപ്പിക്കുന്നതുകൊണ്ട് തന്നെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങൾ എല്ലാ വർഷവും തലസ്ഥാന ജില്ലയുമായിട്ടായിരിക്കും മറ്റ് ജില്ലകൾ ഒന്നാം സ്ഥാനത്തിനായി മാറ്റുരയ്ക്കേണ്ടി വരിക. തൃശ്ശൂരും കോഴിക്കോടുമൊക്കെ പലകുറി ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് പഴയ കാലഘട്ടമാണ്. എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് 21 തവണ ഒന്നാം സ്ഥാനം നേടി വളരെ മുന്നിലാണ്. തിരുവനന്തപുരം 17, തൃശ്ശൂർ 6 തവണയും ഒക്കെയാണ്.